അയോധ്യയ്ക്ക് നേരെ ദുഷിച്ച കണ്ണുകളെറിയരുത്. യോഗി ആദിത്യനാഥ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ലഭിച്ച സംഭാവനകളിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അയോധ്യയ്ക്ക് നേരെയോ ഭഗവാൻ രാമന്റെ ഭക്തർക്ക് നേരെയോ ദുഷിച്ച കണ്ണുകൾ എറിയരുതെന്ന് അദ്ദേഹം പ്രതിപക്ഷത്തോട് പറഞ്ഞു. അഴിമതി കേസിൽ സർക്കാർ വലിയ സ്രാവുകളെ സംരക്ഷിക്കുകയാണെന്ന അഖിലേഷ് യാദവിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മുമ്പ് ശ്രീരാമനെ ചോദ്യം ചെയ്തവരും അയോധ്യയെ നിഷേധിച്ചവരുമാണ്. ഇവരാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ കോടതിയിൽ അഭിഭാഷകരെ അണിനിരത്തിയവരും ജയ് ശ്രീറാം വിളിക്കുന്ന ഭക്തർക്ക് നേരെ വെടിയുതിർത്തവരുമാണ് ഇവരെന്ന് ആദിത്യനാഥ് പറഞ്ഞു. അയോധ്യ സന്ദർശിച്ച മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ അഴിമതി മാത്രമാണ് നടത്തിയതെന്നും അദ്ദേഹം അയോധ്യയെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ നടപ്പിലാക്കുന്ന നീതി ഡൽഹിയിലുണ്ടായിരുന്നെങ്കിൽ അയോധ്യയെപ്പോലെ ഡൽഹിയും തിളങ്ങുമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പ്രസ്താവനകൾ ഒഴിവാക്കി തെളിവുണ്ടെങ്കിൽ അത് SITക്ക് മുമ്പിൽ ഹാജരാക്കാൻ പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും സനാതനധർമ്മത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും പ്രതികളായ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും യോഗി ആദിത്യനാഥ് അറിയിച്ചു.